യജമാനനേൽപ്പിച്ച വേലയുമായി പോകാം സുവിശേഷ പോർക്കളത്തിൽ. യജമാനനേൽപ്പിച്ച വേലയുമായി പോകാം സുവിശേഷ പോർക്കളത്തിൽ. കരുതുവാനും നിന്നെ കാക്കുവാനും കൂടെ വരും നിൻ യജമാനനായി. കരുതുവാനും നിന്നെ കാക്കുവാനും കൂടെ വരും നിൻ യജമാനനായി. ഹല്ലേലൂയാ ഹല്ലേലൂയാ, യേശുവിൻ രാജ്യത്തിൻ പടയാളി ഞാൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, യേശുവിൻ രാജ്യത്തിൻ യോദ്ധാവ് ഞാൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, യേശുവിൻ രാജ്യത്തിൻ യോദ്ധാവ് ഞാൻ. പാടങ്ങൾ നന്നായി വിളഞ്ഞുവല്ലോ നാഥ, കൊയ്തെടുക്കാം നിൻ ആത്മാക്കളെ. പാടങ്ങൾ നന്നായി വിളഞ്ഞുവല്ലോ നാഥ, കൊയ്തെടുക്കാം നിൻ ആത്മാക്കളെ. പിടിച്ചെടുക്കാം ദേശം അവകാശമായി, സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. പിടിച്ചെടുക്കാം ദേശം അവകാശമായി, സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, യേശുവിൻ രാജ്യത്തിൻ പടയാളി ഞാൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, യേശുവിൻ രാജ്യത്തിൻ യോദ്ധാവ് ഞാൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, യേശുവിൻ രാജ്യത്തിൻ യോദ്ധാവ് ഞാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യമാണ് നമുക്ക് ഇപ്പോൾ വായിക്കാനുള്ളത്. ഈ ഉപകരണങ്ങൾ നീ എടുത്ത് യെരുശലേമിലെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെല്ലുക, ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയട്ടെ എന്ന് കൽപ്പിച്ചു. 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കാം. എന്നാൽ അവർ ഞങ്ങളോട്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവൻ്റെ ശുശ്രൂഷക്കാരാകുന്നു. ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയമാണ്, പക്ഷേ ഇടിഞ്ഞുപോയി. അനേകം വർഷങ്ങൾ മുമ്പായി പണിതിരുന്ന ആലയമായിരുന്നു ദൈവാലയം. യെരൂശലേമിൽ രാജാവായ ദാവീദിൻ്റെ മകനായ ശലോമോൻ വാണിരുന്ന കാലത്ത് 7 വർഷം കൊണ്ട് പണിത് തീർത്തതായിരുന്നു. അത് വളരെ നാളത്തെ അധ്വാനം കൊണ്ട് പണിത് തീർത്ത ദേവാലയമായിരുന്നു. അങ്ങനെ പിതാക്കന്മാരുടെ കാലങ്ങളിൽ പണിതിരുന്ന ആലയം ഇന്ന് ശത്രു തകർത്ത് കളഞ്ഞു, ശത്രു നശിപ്പിച്ചു കളഞ്ഞു. ദേവാലയം ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്നു. ദേവാലയത്തിൻ്റെ മതിലുകൾ എല്ലാം തകർന്നു പോയിരിക്കുന്നു. ദേവാലയത്തിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. എല്ലാം കരിഞ്ഞുണങ്ങി, എല്ലാം തീർന്നു. ഈ ദേവാലയത്തിനുണ്ടായിരുന്ന യാഗപീഠം എല്ലാം പൊളിഞ്ഞു പോയി എന്ന് മാത്രമല്ല, യാഗപീഠത്തിൻ്റെ കല്ലുകളെല്ലാം ചിതറിപ്പോയി. എന്നാൽ അത് ജാഗ്രതയോടെ ചെയ്യേണ്ട വേലയാണ് എന്ന് എസ്രാ എന്ന പുരോഹിതന് മനസ്സിലായി. അത് ജാഗ്രതയോടെ നിവർത്തിക്കേണ്ട വേലയാണ് എന്ന് ഹഗ്ഗായി പ്രവാചകൻ പ്രവചിച്ചു. അത് വളരെ ജാഗ്രതയോടെ ചെയ്യേണ്ട വേലയാണ്. അതിവേഗം ഈ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് തന്നെ പണിയണമെന്നുള്ള കാര്യം സെരുബ്ബാബേൽ എന്ന ഗവർണർ തീരുമാനിച്ചു. രാജാവ്, ഭരണകർത്താവ്, ഗവർണർ തീരുമാനിച്ചു അത് പണിയേണ്ടതാണ് എന്ന്. പ്രവാചകൻ സഖരിയാവും ഹഗ്ഗായിയും പ്രവചിച്ചു അത് വീണ്ടും പുതുക്കി പണിയണമെന്ന്. എസ്രാ എന്ന പുരോഹിതൻ അതിനെ മുൻകൈയെടുത്തു. 3 ഭരണസിരാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. 1 രാജാവ്, രാജത്വം. 2 പ്രവാചകത്വം, പ്രവാചകൻ. രാജാവ്, പ്രവാചകൻ. 3 പുരോഹിതൻ. അന്നത്തെ ഭരണ സംവിധാനം അങ്ങനെയായിരുന്നു. 3 സംവിധാനങ്ങൾ. 1 രാജാവ്, മറ്റൊന്ന് പ്രവാചകൻ, മറ്റൊന്ന് പുരോഹിതൻ.
ഈ മൂന്നും യോജിച്ചു. ഏതെല്ലാം തുറയിലാണെങ്കിലും, ഏതെല്ലാം വിവിധ രംഗങ്ങളിലാണെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ദേവാലയം പണിയുവാൻ മൂവരും യോജിച്ചു. അവർ നേതൃത്വം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദേവാലയം തകർന്നുപോയി. ദേവാലയം ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് ഇടിഞ്ഞു കിടക്കുന്നു. ചണ്ടിക്കൂമ്പാരങ്ങൾ പോലെ ഇടിഞ്ഞു കിടക്കുന്നു. എല്ലാം തകർന്നു കിടക്കുന്നു. ഇത് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയമായ അവസ്ഥയാണിത്. ദേവാലയമാണ് നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം, നമ്മുടെ ആളത്വം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ ചെയ്ത കാലത്ത് യെരൂശലേം ദേവാലയത്തിലേക്ക് ദേവാലയം ശുദ്ധീകരിച്ചു. യെരൂശലേം ദേവാലയം അന്ന് കൊള്ളരുതായ്മ കൊണ്ടും അഴിമതി കൊണ്ടും എല്ലാ വിധത്തിലും അധപ്പതിച്ച് കിടക്കുകയായിരുന്നു. കർത്താവ് വന്ന കാലത്ത് യെരൂശലേം ദേവാലയത്തിൽ കള്ളക്കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ മതപുരോഹിതന്മാർ വളരെ ഹീനമായ രീതിയിൽ ജനങ്ങളെ നയിച്ചുകൊണ്ടിരുന്നു. അവിടെയുള്ള പ്രവാചകന്മാരെല്ലാം മന്ദതയുള്ളവരായിപ്പോയി. അന്ത പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വചനമില്ലാത്തവരായിപ്പോയി. പ്രവാചകനും പുരോഹിതനും രാജാവും ഒരുപോലെ അധപ്പതിച്ച കാലഘട്ടത്തിലായിരുന്നു കർത്താവായ യേശു ക്രിസ്തു വന്നത്. ഇന്നും അതുപോലെ തന്നെ യേശു വീണ്ടും വരാറായിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് ഇത് ഇന്ന് സഭകളിൽ ആത്മീയരായിരുന്ന വ്യക്തികളിൽ എല്ലാം ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. തകർന്നു കിടക്കുന്നു. ഒരു കാലത്ത് ആത്മീയം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ആത്മീയ തീക്ഷ്ണതയുണ്ടായിരുന്നു. ഒരു കാലത്ത് ദൈവബോധം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ദൈവഭയം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു മനോബോധം ഉണ്ടായിരുന്നു. പാപം എന്ന് പറയുന്നത് വളരെ അറപ്പോടെ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ചിലരെങ്കിലും പാപത്തെ അറപ്പോടെ വെറുപ്പോടെ ഉപേക്ഷിച്ചവർ അനേകരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്തുതി മുടങ്ങിക്കിടക്കുന്നു. ആരാധന മുടങ്ങിക്കിടക്കുന്നു. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന നല്ലതാണ്. പക്ഷേ സ്തുതിയോ സ്തോത്രമോ ആഴങ്ങളിൽ നിന്ന് വരുന്നില്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല. പുറമെ ചുണ്ടുകളിൽ ചിലപ്പോൾ അതൊക്കെ ഒന്നു വരും, പക്ഷേ ചുണ്ടുകളിലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഹൃദയത്തിലേക്ക് ഇത് കടക്കുന്നില്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നുമില്ല. ആരാധന മുടങ്ങി കിടക്കുന്നു. ദൈവവുമായുള്ള ബന്ധം വിട്ടുപോയിരിക്കുന്നു. പിതാക്കന്മാർ അതിന് പറയുന്ന വാക്ക് ശരണം കണ്ടിച്ചു പോയി എന്നാണ്. ബന്ധം വിട്ടുപോയി. പഴയ നമസ്കാര പുസ്തകങ്ങളിൽ ശരണം കണ്ടിച്ചു പോയി എന്ന് പറയും. ശരണം കണ്ടിച്ചു പോയി. ദൈവത്തോടുള്ളതായി ബന്ധമുണ്ടായിരുന്നു, പക്ഷേ ബന്ധം മുറിഞ്ഞുപോയി. ഇലക്ട്രിസിറ്റി പകർന്നു വരുന്നതായ ആ വയറിൽ ഇലക്ട്രിസിറ്റി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് മുറിച്ച് കളഞ്ഞാലോ ഇങ്ങോട്ട് കിടക്കുകയില്ല. ആ വയർ വന്ന് നമ്മുടെ വീട്ടിലെ മുറികളിൽ ലൈറ്റ് തെളിയുകയില്ല. കാരണം ഇലക്ട്രിസിറ്റിയുടെ ആ ബന്ധം അത് മുറിച്ച് കളഞ്ഞിരിക്കുന്നു. നിത്യനായ ദൈവവും മനുഷ്യൻ തമ്മിലുള്ളതായ ബന്ധം മുറിഞ്ഞുപോയി. അതിനിടയ്ക്ക് വന്ന് കയറിയത് തുരുമ്പാണ്. തുരുമ്പ് വന്ന് കയറി. അല്ലെങ്കിൽ ഇടയ്ക്ക് ശത്രു വന്ന് അത് മുറിച്ച് കളഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ ഇങ്ങോട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട് കിടക്കുന്നു. ദൈവവും മനുഷ്യൻ തമ്മിലുള്ളതായ സ്നേഹത്തിൻ്റെ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. ഇന്നതാണ് അനേകരുടെ ചിത്രമാണ് ഈ പറയുന്നത്. അനേകരുടെ ചിത്രം. ഹഗ്ഗായി പ്രവാചകൻ നോക്കി, പ്രായാധിക്യമുള്ള ഹഗ്ഗായി പ്രവാചകൻ വന്ന് അദ്ദേഹം ജനത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടമായി. പ്രവാചകൻ അവരെ റെബ്യൂക്ക് ചെയ്തു. ആ ആലയം പുതുക്കി പണിയാൻ ഉത്സാഹമില്ലാത്തവരെ പ്രവാചകൻ ശാസിച്ചു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം എടുത്താൽ കാണാം, 1-ാം അധ്യായത്തിൽ കാണാം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കാൻ കാലമായോ? എൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്നു. ദൈവത്തിൻ്റെ വരളപ്പാട് പ്രവാചകൻ പറയുകയാണ്. എൻ്റെ ആലയം ശൂന്യമായിരിക്കുന്നു, അത് തകർന്നു കിടക്കുന്നു, ആരാധന ഉണങ്ങിക്കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നുള്ള പള്ളികളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പള്ളികളെല്ലാം ഉണ്ടല്ലോ, പള്ളികളുണ്ട്, പെരുന്നാളുകളുണ്ട്, നല്ല ആഘോഷങ്ങളുണ്ട്. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഓരോരുത്തരെയും ഹൃദയമാകുന്ന ആലയം ഇന്ന് ശൂന്യമായി കിടക്കുന്നു. ബന്ധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട്, കണക്ഷൻ നഷ്ടപ്പെട്ട് കിടക്കുന്നു. ആത്മാവ് നിർജ്ജീവമാണ്. കണക്ഷൻ ഇല്ലെങ്കിൽ നിർജ്ജീവമായി പോവുകയില്ലേ? പുറത്തു നോക്കൂ, കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ജീവനുണ്ടോ? അവിടെ ബന്ധമില്ല. കണക്ഷൻ നഷ്ടപ്പെട്ടാൽ പിന്നെ ലൈറ്റ് തെളിയില്ല, ഫാൻ വർക്ക് ചെയ്യില്ല. കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി, ശരണം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടുവാൻ നമ്മൾ പഠിപ്പിച്ചത്. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കവറിയുന്ന ഉദ്യാനത്തിനായി.
ദൈവത്തോടുള്ള ശരണത്തിൽ ജീവിക്കുന്നവർ മാത്രമേ ആ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളാകാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ഉദ്യാനത്തിലേക്ക്, സ്വർഗീയ ഉദ്യാനത്തിലേക്ക്, സ്വർഗീയ വർദ്ധീസായിലേക്ക് കടക്കാൻ ഒക്കുകയുള്ളൂ. പിതാക്കന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്. വെറുതെ വന്ന് പള്ളിയിൽ പോയി, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുരിശ് വരച്ചു, അവിടെ വിശ്വാസപ്രമാണം ചൊല്ലുമ്പോൾ ആമീൻ പറഞ്ഞു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ വളരെ വിനയപൂർവ്വം നിന്നു കുറേ നേരം കുർബാന ക്രമം നോക്കി വായിക്കുകയോ പറയുകയോ ചെയ്തു. ഇതുകൊണ്ടൊന്നും സ്വർഗ്ഗത്തിൽ പോവുകയില്ല, ബന്ധം കിട്ടുകയില്ല. ബന്ധം കിട്ടണമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ബന്ധം കിട്ടണമെങ്കിൽ എന്തു വേണം? ബന്ധം കിട്ടണമെങ്കിൽ ക്രിസ്തുവിനോട് നാം ചേരണം. ദൈവത്തോട് ചേരേണ്ടതാണ്, ദൈവത്തോട് ക്രിസ്തുവിനോട് നാം ചേരേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്നത്. നാം ഇന്ന് ശരണം കണ്ടിക്കപ്പെട്ടവരാണോ? കൃപയുടെ ശരണത്തിലാണോ നാം നിൽക്കുന്നത്? നമ്മുടെ ജീവിതം എങ്ങനെ നിൽക്കുന്നു? നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. മദ്യപാനാസക്തി കൊണ്ട് വരഞ്ഞോടുന്നവരുണ്ട്. മദ്യപാനം അത് വിടാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ദുശ്ശീലങ്ങൾ, കഞ്ചാവ്, അതുപോലെ ഗാംബ്ലിങ്സ്, ചീട്ടുകളികൾ, കുതിരപ്പന്തയങ്ങൾ, പലതരത്തിലുള്ളതായ വേണ്ടാത്തതായ കാര്യങ്ങൾ എല്ലാം എങ്ങനെയാണ് പറയുന്നത്? പലതരത്തിലുള്ള കുഴപ്പങ്ങൾ. മനുഷ്യജീവിതം ഇന്ന് നശിച്ച് കിടക്കുകയാണ്. ആത്മാവ് തകർന്നു കിടക്കുകയാണ്. ആത്മാവിന് ജീവനില്ലാതിരിക്കുകയാണ്. ഈ അവസ്ഥ ഒന്ന് കണ്ടിട്ട് മനം തിരിയണം. മനം തിരിഞ്ഞാൽ മതി, തിരിഞ്ഞാൽ സ്വീകരിക്കും. യഹോവയിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, അഭിവൃദ്ധി കിട്ടും. ശരണത്തിലേക്ക് വരണം, ക്രിസ്തുവുമായിട്ടുള്ള ശരണത്തിലേക്ക് വരണം, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് വരണം. ഹഗ്ഗായി അവരെ ശാസിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ആലയം പണിയണമെന്ന് തോന്നുന്നില്ല? നിങ്ങളങ്ങ് പരദേശികളായി ബാബിലോണിയയിൽ താമസിച്ച കാലത്ത് അവിടെ നിങ്ങൾക്ക് ആരാധനയില്ല, നിങ്ങൾക്ക് പാട്ടില്ല, നിങ്ങൾക്ക് സ്തുതിയില്ല, നിങ്ങളുടെ ജീവിതം മുഴുവൻ എല്ലാം അധപതിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യവശാൽ തിരിച്ചു വരാൻ സാധിച്ചല്ലോ. നിങ്ങൾക്കിന്ന് വചനം കിട്ടുന്നുണ്ടല്ലോ. ഇന്ന് നിങ്ങളെ നടത്തുവാൻ പ്രവാചകന്റെ നാവിൽ വചനമുണ്ടല്ലോ. നിങ്ങൾ നടത്തുവാൻ പുരോഹിതന്മാർക്ക് അതിനുള്ള ശുശ്രൂഷയുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ നടത്തുവാൻ അതിനുള്ളതായ എല്ലാ സജ്ജീകരണങ്ങളുണ്ടല്ലോ. രാജാവ് നമുക്ക് അനുകൂലമാണല്ലോ. ഇത് ജാഗ്രതയോടെ നിർവർത്തിക്കേണ്ടതാകുന്നു എന്നാണല്ലോ സൈറസ് ചക്രവർത്തി പറഞ്ഞത്, കോരസ് രാജാവ് പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ യഥാസ്ഥാനപ്പെടുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആലയം പണിയുന്നില്ല? നിങ്ങൾ സ്വന്തം വീടുകൾ പണിയാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം വീടുകൾ പണിയാൻ നിങ്ങളെന്നും ശരണം കണ്ടിച്ചു പോയി എന്ന് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശരണം കണ്ടിക്കപ്പെട്ടവരായിട്ട് ആരെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം ശോധന ചെയ്താൽ മതി. ആരെയും നോക്കണ്ട, അവനവനിലേക്ക് നോക്കുക. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ശരണത്തിലാണോ? മദ്യപാനം വിട്ടുപിരിയാൻ പാടില്ലാതെ ഞാൻ വിഷമിക്കുകയാണോ? എൻ്റെ കുടുംബം ഞാൻ കലക്കിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ മാതാപിതാക്കൾക്ക് എന്നും വേദന കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനെ അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണോ ഞാൻ പോകുന്നത്? എൻ്റെ ഓരോ ദിവസവും ക്രിസ്തു പ്രസാദിക്കുന്നത് പോലെയാണോ ഞാൻ നയിക്കുന്നത്? എല്ലാം കാണുന്നൊരു ദൈവമുണ്ടല്ലോ, എല്ലാം കാണുന്നൊരു ദൈവം. ആ ജീവനുള്ള ദൈവം എന്നെ നോക്കി പ്രസാദിക്കുമോ? ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം. പാടാൻ സാധിക്കും, എളുപ്പമല്ലേ? നിൻ ശരണയെ മൃതരാം താ സഹോദരരിൽ ചൊരിയണമേ മോദപ്പനീരെന്നാഥ നാം പാടും. ക്രിസ്തുവിൻ്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പരേതരെ മോദപ്പനീര് തെളിച്ച് നിൻ്റെ ഉദ്യാനത്തിലേക്ക് നീ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്ന് നാം പാടും. ദൈവത്തിന് സ്തോത്രം. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിൻ്റെ വരവിന് കാത്തിയിടും മൃതരിൽ നീ കനിയണമേ എന്ന് നാം പാടും, പ്രാർത്ഥിക്കും. എല്ലാം ചുണ്ടിലേ ഉള്ളൂ, അകത്തില്ല. ചുണ്ടിലെ പ്രാർത്ഥനയുണ്ട്, ചുണ്ടിലെ നമസ്കാരമുണ്ട്, ചുണ്ടിലെ ആരാധനയുണ്ട്, ചുണ്ടിലെ സ്തുതിയുണ്ട്, ചുണ്ടിലെ സ്തോത്രമുണ്ട്. പ്രിയരേ, നാം ഈ നിർജ്ജീവമായ കാര്യങ്ങളെല്ലാം വിട്ടുകളയണം. ചുണ്ടിൽ നിന്ന് മാറണത് അതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരണം. ആ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ആത്മീയ ആരാധനയായി മാറണം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആത്മീയ ആരാധന ഉയർന്നുയർന്ന് പൊങ്ങി വരണം. വാസ്തവത്തിൽ നിങ്ങൾക്കതുണ്ടോ? ക്രിസ്തുവിൻ്റെ ജീവൻ തുടിച്ചാൽ സ്തുതി തുടങ്ങും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ചെറുപ്രായത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന കാലത്ത് തുടങ്ങിയപ്പോൾ, അതൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ഞങ്ങളുടെ പള്ളിയിൽ സുവിശേഷ പ്രസംഗമുണ്ട്. ചിലരുടെ പ്രസംഗം കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, എനിക്ക് കേൾക്കും. പക്ഷേ ചിലർ സ്തോത്രം പറയുന്നു, അതെനിക്കിഷ്ടമായിരുന്നില്ല. ചിലർ സ്തുതിയെന്ന് ഹാലലിയ എന്നൊക്കെ പറയുന്നു, അത് അച്ഛന്മാർ പറയേണ്ടതല്ലേ, നമ്മൾ ഇതിനെന്ത് പറയുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർ തനത് പ്രാർത്ഥന ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ, അന്ന് ഇപ്പോൾ അദ്ദേഹം ഭൂമിയിലില്ല, അന്ന് അദ്ദേഹം കൺവെൻഷന് മുമ്പ് അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത്, തനത് പ്രാർത്ഥന. എനിക്ക് തോന്നി ഇത് അച്ഛന്മാർ ചെയ്യേണ്ട കാര്യമല്ലേ, ഇതൊക്കെ ഈ അയ്മേനികൾ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ കൊച്ചനാണ്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ചോദ്യമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ 17-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ ഉള്ളത്തിലേക്ക് വന്നതോടുകൂടി ഞാൻ അറിഞ്ഞില്ല, ഞാൻ സ്തോത്രം പറയാൻ തുടങ്ങി.
എൻ്റെ നാവിൽ സ്തോത്രം നൃത്തം ചെയ്യാൻ തുടങ്ങി. എൻ്റെ നാവിൽ സ്തുതി നൃത്തം ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ സ്തുതി ഉയർന്നു. ഞാൻ ആത്മാവിനെ കിട്ടിയപ്പോൾ, ആത്മാവിനെ കിട്ടിയെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ എനിക്ക് ഒരു പുതിയ അനുഭൂതി കിട്ടി, ഒരു അനുഭവം കിട്ടി. ക്രിസ്തുവിൻ്റെ ഉള്ളതിലേക്ക് വന്നു എന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. ഏതായാലും അപ്പോൾ ഞാൻ അറിയാതെ തന്നെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ സ്തുതി എനിക്ക് പ്രമോദമായി മാറി. സ്തുതിക്കുന്നവരുടെ കൂട്ടായി, എനിക്ക് വലിയ കൂട്ടുകെട്ടായി. ദൈവത്തിന് സ്തോത്രം. സ്തുതിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നൊരു സന്തോഷമായി, സ്തുതിക്കുന്നവരുടെ കൂടെ യാത്ര ചെയ്യുന്ന സന്തോഷമായി. ദൈവത്തിന് സ്തോത്രം. അന്ന് കക്ഷിവഴക്കുകളൊന്നുമില്ല, അന്ന് പരസ്പര വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വികാരിയുടെ കീഴിൽ എല്ലാവരും ഒത്തൊരുമിച്ച് അണി നിൽക്കുന്നൊരു കാലം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ആത്മീയ വിപ്ലവങ്ങളാണെന്ന് ഇവിടെ നടന്നത്, ആത്മീയ വിപ്ലവങ്ങൾ. ഞാൻ മാനസാന്തരപ്പെട്ട ആദ്യകാലത്ത് ഇവിടെ ചില ദൈവമക്കൾ, അന്നത്തെ ഇവിടെ പ്രാർത്ഥനാ യോഗത്തിൽ നേതൃത്വം ഉണ്ടായിരുന്നവർ, ഇന്ന് അവരാരുമില്ല. അവർ ഓരോ വീട്ടിലും കയറി ആളുകളോട് സംസാരിച്ചു. അവിടെ പന ചെത്തുന്നുണ്ടെങ്കിൽ ആ പന വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. അവർ സ്വമേധയാ വെട്ടിക്കളയാൻ തയ്യാറായി. ഇവർ ഉപദേശിച്ചുള്ളൂ, വീട്ടുകാരനത് വെട്ടിക്കളഞ്ഞു. പനങ്കള്ള് വേണ്ട, കള്ള് വേണ്ട തീരുമാനിച്ചു. എത്ര ഭവനങ്ങളിലാണ് നടന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു പുറമേയും അകമേയും വിപ്ലവം നടന്നു. വലിയൊരു മാറ്റം വന്നു, വലിയൊരു മാറ്റം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ നിറഞ്ഞ ആശ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്ന് ഇതുവരെയും മദ്യം കുടിച്ചുകൊണ്ടിരുന്നവർ, മദ്യപാനം ചെയ്തവർ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിഷം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷമാണ് നിങ്ങൾ കുടിക്കുന്നത്. തേരട്ടയെ തല്ലി ചതച്ച് കിട്ടതും, അതല്ലെങ്കിൽ തവള ചത്ത് കിടക്കുന്നതും, അരണയോ അതല്ലെങ്കിൽ മറ്റേ പാറ്റയോ വീണ് കിടക്കുന്നതും അതെല്ലാം ഊതി മാറ്റിയിട്ട് കുടിക്കാൻ ആൾക്ക് മടിയില്ല. എത്ര ലജ്ജാവഹം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വാസ്തവമായി ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരിക്കുന്നിടത്ത് നിങ്ങൾ അരികത്തേക്ക് യേശു വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ അരികത്ത് നിൽക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക. യേശു നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് അസാധ്യമായ പാപം നിങ്ങൾ മാറ്റി തരാനായിട്ട് യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുക. ഇതുവരെയും മാറ്റാൻ ശ്രമിച്ചിട്ടും മാറാത്തതായ മദ്യപാനത്തിൻ്റെ ഭീകരദോഷം നിങ്ങളിൽ നിന്ന് മാറ്റുവാനായി കർത്താവ് ഇപ്പോൾ അധ്വാനിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ തൃക്കരെ നിങ്ങൾ തൊടുന്നു നിങ്ങൾ വിശ്വസിക്കുക. മദ്യത്തിൻ്റെ ആസക്തി നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് വിശ്വസിക്കുക. എത്രയോ പേര് മദ്യപാനം ചെയ്തിരുന്നവർ, മദ്യത്തിന് അടിമകളായിരുന്നവർ ഒരു സെക്കൻഡ് കൊണ്ട് അത് വേണ്ട എന്ന് വെച്ചു. പ്രിയപ്പെട്ടവരെ, അനേകം പേര് മദ്യം വേണ്ട എന്ന് വെച്ചവർ, തൊടുകയില്ല എന്ന് വെച്ചവർ, ദൈവത്തിന് സ്തോത്രം, വർഷങ്ങളായി തുടർന്നു പോരുന്നവർ, അങ്ങനെ അനേകം ദൈവം കൃപ ചെയ്ത് നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. നല്ലത്. നമ്മുടെ കൂട്ടായ്മയിൽ മാത്രമല്ല, ലോകത്ത് പലയിടത്തുമുണ്ട്. നല്ലത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലയം പണി ആരംഭിക്കണം. ആലയം പണി ആരംഭിക്കാൻ താമസിക്കരുത്. ആലയം നാം തന്നെയാണ്. ആലയം ദൈവത്തിൻ്റെ ആലയം. ഈ മന്ദിരം നാം ഓരോരുത്തരുമാണ്. ഹഗ്ഗായി പ്രവാചകൻ ജനത്തെ ഉത്ബോധിച്ചു മാത്രമല്ല, അവർ ശാസിക്കുകയും റിബ്യൂക്ക് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവർ റിബ്യൂക്ക് ചെയ്തു. ഹഗ്ഗായി പ്രവാചകൻ റിബ്യൂക്ക് ചെയ്തു. 1-ാം അധ്യായം നമുക്ക് വായിക്കാം, 4-ാം വാക്യം. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവീൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ. ഞാനതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്നത്തെ പ്രവർത്തനം കൊണ്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങളുടെ കയ്യിൽ തങ്ങുന്നില്ല. കിട്ടുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ തങ്ങുന്നില്ല. പണം ചോർന്നു പോകുന്നു. കൈ ചോർന്നു പോകുന്നതല്ല, കയ്യിലിരിക്കുന്നില്ല. ഇന്ന് 10 രൂപ കിട്ടിയാൽ നാളെ 15 രൂപ ചിലവാണ്. എന്തു ചെയ്യും? വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. ബാക്കി വരുന്നില്ല, പൈസ ബാക്കി വരുന്നില്ല. നിങ്ങൾ വളരെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പ്രയോജനം കിട്ടുന്നില്ല. ആർക്കുണ്ട് സംതൃപ്തി? പ്രവാചകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടോ വാസ്തവത്തിൽ? നിങ്ങളുടെ കുളിര് മാറുന്നുണ്ടോ വാസ്തവത്തിൽ? നിങ്ങളുടെ ദാഹം ശമിക്കുന്നുണ്ടോ വാസ്തവത്തിൽ? നിങ്ങളുടെ വിശപ്പ് മാറുന്നുണ്ടോ വാസ്തവത്തിൽ? ജനം ഓർത്തു. ശരിയാണല്ലോ, പ്രവാചകൻ പറയുന്നത് ശരിയാണല്ലോ. ജനം ഉണർന്നു, ആലയം പണി തുടങ്ങാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, അവിടെ സെരുബാബേൽ എന്ന് പറയുന്ന ഗവർണറോട് പ്രവാചകൻ പറയുകയാണ്. 22-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. 7-ാം മാസം 21-ാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ യഹൂദ ദേശാധിപതിയായി ശെയൽതീയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനോടും
മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്നാൽ, നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസാദക്കിന്റെ മകനായി യോശുവയെ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. എൻകറേജ്മെൻറ്റ്. ഒന്ന് റെബ്യൂക്ക്, ശാസന. പ്രവാചകൻ ശാസിച്ചു. പ്രവാചകന്മാർ ശാസിക്കാനുള്ള ദൈവിക അധികാരമുള്ളവരാണ്, സ്പിരിച്വൽ അതോറിറ്റിയുള്ളവരാണ്. പ്രവാചകൻ ശാസിച്ചു. സെരുബ്ബാബേൽ ഗവർണറാണ്, ഭരണകർത്താവാണ്. ഭരണകർത്താവിനോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിന്നെ ഉത്സാഹിപ്പിക്കുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. ദൈവം പറയുന്നു, എൻകറേജ് ചെയ്യുന്നു. നീ നേതൃത്വം കൊടുക്കുക, നീ ഉത്സാഹിപ്പിക്കുക. ശേൽത്തിയൽവനായ സെരുബ്ബാബേലേ, നീ ജനത്തെ ഉത്സാഹിപ്പിക്കുക, ആലയം പണിയെ ഉത്സാഹിപ്പിക്കുക. ഉടഞ്ഞുപോയ ആലയത്തെ പണിയുവാൻ നീ ജനത്തെ ഉത്സാഹിപ്പിക്കുക. എൻകറേജ്മെൻറ്റ് കിട്ടി. ദൈവത്തിന് സ്തോത്രം. എന്താണ് എൻകറേജ്മെൻറ്റ്? 4-ാം വാക്യം വായിക്കാം. ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻകറേജ് ചെയ്തു, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായി യോശുവേ, ധൈര്യപ്പെടുക. യോശുവയോടും പറയുകയാണ്, യോശുവേ നീ ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് അന്ന് സെരുബ്ബാബേലിനോട് പറഞ്ഞു, അന്ന് യോശുവയോട് പറഞ്ഞു, ജനത്തോട് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഞമാന്തിക്കരുത്, ആലയം പണി ഞമാന്തിക്കരുത്. പുറമേ പള്ളിയുടെ പണിയല്ല കേട്ടോ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. പുറമേയുള്ള പള്ളിയുടെ കാര്യമല്ല, ആലയം പണിയാണ്. ഈ ജീവിതമാകുന്ന ഈ ആലയം, എൻ്റെ ശരീരമാകുന്ന ഈ ആലയം, ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിൽ ശരീരങ്ങളിലൂടെ ഒഴുകണം. പരിശുദ്ധാത്മാവ് അങ്ങ് മൂർധാവ് മുതൽ, നമ്മുടെ ശിരസിൻ്റെ അങ്ങേയറ്റം മുതൽ നമ്മുടെ ഉള്ളംകാലം വരെയും പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അതൊരു ഭാഗ്യാനുഭവമാണ്. പരിശുദ്ധാത്മാവ് ശരീരത്തിലൂടെ ഒഴുകുന്നത്, പരിശുദ്ധാത്മാവ് ശരീരത്തിലൊന്ന് നിറയുന്നത്, പരിശുദ്ധാത്മാവ് ഹൃദയത്തിലൊന്ന് നിറയുന്നത്, അതൊരു സവിശേഷ അനുഭവമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ദാഹിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഈ ആലയം പണി തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സ് നിരാശപ്പെട്ടിരിക്കുന്നത്? മകനെ നിരാശപ്പെടേണ്ട. സ്തോത്രം. എൻകറേജ്മെൻറ്റ് തരികയാണ്. മകനെ നിരാശപ്പെടേണ്ട, ഇന്ന് തകർന്ന് കിടക്കുകയാണ്, ഭയപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട. നിൻ്റെ വേദന ഞാൻ കാണുന്നുണ്ട്. കുഞ്ഞെ, നീ അനുഭവിക്കുന്ന യാതന ഞാൻ കാണുന്നുണ്ട്. മോളെ, നിൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല, എല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നിൻ്റെ കണ്ണുനീരെല്ലാം എൻ്റെ തുരുത്തിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നീ ഒഴുക്കുന്ന കണ്ണുനീരെല്ലാം എല്ലാം തുരുത്തിയിലാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രതിഫലം വിളമ്പുന്ന നാളിൽ, പ്രതിഫലം തരുന്ന നാളിൽ അതെല്ലാം നിനക്ക് മറുപടിയായി, മറുപകരമായി എല്ലാ അനുഗ്രഹങ്ങളും തരാൻ പോവുകയാണ്. ഇന്ന് ഭൂമിയിൽ നീ കണ്ണീര് ഒഴിക്കുന്നു, അന്ന് നിത്യത്തിലേക്ക് വരുമ്പോൾ നീ ആർപ്പോടെ, ആനന്ദത്തോടെ, ആഘോഷത്തോടെ നൃത്തം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് നല്ല കാലം വരാനിരിക്കുന്നു. നീ അധൈര്യപ്പെടേണ്ട, നീ ഒട്ടും സംശയിക്കേണ്ട. ആലയം പണി തുടങ്ങിക്കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. അനുകൂലമായ സാഹചര്യമാണ്. ആലയം പണിയാൻ പറ്റിയ എല്ലാ വിഭവങ്ങളും ഇന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. രാജാവ് കോരശ് എല്ലാം കൽപ്പിച്ച് തന്നിട്ടുണ്ട്. കോരശിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എല്ലാറ്റിനും ഒന്നിനും മുട്ടില്ലാതെ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിയാം. ഇന്ന് ഈ എൻകറേജ്മെൻറ്റ് കേട്ടുകൊണ്ട് നിങ്ങൾ ആലയം പണിയാൻ ഉത്സാഹിക്കുക. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, എൻ്റെ ഈ ശരീരമാകുന്ന ആലയം, എൻ്റെ ജീവിതമാകുന്ന ആലയം പണിയാൻ ഞാനിതാ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ഞാൻ യാചിക്കുന്നു. ഇപ്പോൾ നാഥ, മഹാ തേജസ്വിയായ യേശുവേ, തേജോമയനായ യേശുവേ, അന്ന് പത്മോസ് ദ്വീപിൽ യോഹന്നാസ്നായിക്ക് വെളിപ്പെട്ട തേജോരൂപിയായ യേശുവേ, നീ ഇപ്പോൾ കടന്നു വന്ന് എൻ്റെ ഈ നിസ്സാരമായ ഹൃദയത്തിനുള്ളിലേക്ക് വന്ന് ഇവിടെ കാൽ ചവിട്ടി നിൽക്കണം. ഹല്ലേലൂയ. യേശുവേ, നീ എൻ്റെ നാവിൻ്റെ അഗ്രത്തിൽ വന്ന് നിന്നുകൊണ്ട് ജനത്തോട് നീ സംസാരിക്കണം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നീ എൻ്റെ സിരകളിലൂടെ ഒഴുകി ആത്മാവിനെ തീയാൽ എന്നെ ജ്വലിപ്പിച്ച് എന്നെ നിന്റെ ദാസനാക്കി, നിന്റെ ദാസിയാക്കി മാറ്റണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പകരുന്ന ഒരു ദാസിയായി, പരിശുദ്ധാത്മാവിനെ പകരുന്ന ഒരു ദാസനായി ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഇനി എത്ര കാലമുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യല്ലോ. യേശുവേ, എത്ര നേരമുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യല്ലോ. നേരം വൈകി അസ്തമിപ്പാറായല്ലോ. കർത്താവേ,
ഇതാ ഇരുളാകാൻ തുടങ്ങുന്നു, രാത്രിയാകാൻ തുടങ്ങുന്നു, സന്ധ്യ മയങ്ങി കഴിഞ്ഞിരിക്കുന്നു. കർത്താവേ, എപ്പോഴാണ് എൻ്റെ യേശു വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് കർത്താവേ, ഇപ്പോൾ ഈ ആലയം പണിയാൻ ഞാനിത് അടിസ്ഥാനമിടുന്നു. ഹല്ലേലൂയ. ആലയം പണിയാൻ അടിസ്ഥാനം ഇടുകയാണ്. ദൈവത്തിൻ്റെ ആലയം ഞാനിതാ പണി തുടങ്ങുകയാണ്. എൻകറേജ് ചെയ്യാൻ പ്രവാചകന്മാരുണ്ട്, എൻകറേജ് ചെയ്യാൻ പ്രവാചകന്മാർ മാത്രമല്ല പുരോഹിതന്മാരുണ്ട്, എൻകറേജ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാ സജ്ജീകരണങ്ങളുണ്ട്, ഭരണകർത്താക്കളുണ്ട്. ഇന്ന് ഒന്നിനും കുറവില്ല. ഞാനാണ് കുറവോടെ നിൽക്കുന്നത്, എനിക്കാണ് അനർത്ഥം വന്നിരിക്കുന്നത്. നാഥ, ഇപ്പോൾ നിന്റെ തൃക്കരം നീട്ടി എന്നെ തൊടുക, എൻ്റെ മേൽ തൃക്കരം നീട്ടി എന്നെ സ്പർശിക്കുക, അതിൻ്റെ തൃക്കരം നീട്ടി എന്നെ നീ ആലിംഗനം ചെയ്യുക. ഹല്ലേലൂയ. എന്നെ നീ ആശ്ലേഷിക്കുക. ഹല്ലേലൂയ. എന്നെ നിൻ്റെ മാറോട് അണയ്ക്കുക. ഹല്ലേലൂയ. തിരുമാറിലെ ആ സ്പന്ദനങ്ങൾ ഏറ്റെടുക്കുവാൻ യോഗ്യനാക്കി തീർക്കുക. ഹല്ലേലൂയ. എൻ്റെ മേൽ നിൻ്റെ തീമഴ പെയ്യട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ തീമഴ, സ്വർഗത്തിൻ്റെ തീപ്പൊരി എൻ്റെ മേൽ പതിയട്ടെ. എന്നെ നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. 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 അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ, ദുശ്ശീലങ്ങൾ മാറിപ്പോകട്ടെ, ദുസ്വഭാവങ്ങൾ തീർന്നു പോകട്ടെ, എല്ലാ തിന്മയും മാറിപ്പോകട്ടെ, ആത്മഹത്യാ പ്രവണതകൾ മാറിപ്പോകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് നിങ്ങൾക്ക് മോചനം തരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രോഗസൗഖ്യം അയക്കുകയാണ്. പാവത്തിൻ്റെ ബന്ധങ്ങൾ അഴിക്കുകയാണ്. മദ്യപാന ബന്ധനം മാറ്റുകയാണ്. പൈശാചിക ബാധകൾ മാറ്റുകയാണ്. എറിയോ കോട്ടകൾ തകർക്കുകയാണ്. ശത്രുവിൻ്റെ കോട്ടകൾ, നെടുങ്കോട്ടകൾ താണു വീഴുകയാണ്. എല്ലാ പൈശാചിക ശക്തികളും വിഭ്രമിച്ച് മാറുകയാണ്. യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മേലുള്ള പാവത്തിൻ്റെ സ്വാധീനങ്ങളിൽ മാറുകയാണ്. എല്ലാ ദുരാത്മ ഭീതികളും അകലുകയാണ്. യേശു നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നു. യേശു നിങ്ങളുടെ വീട്ടിലുള്ളവരെ സന്ദർശിക്കുന്നു. യേശു നിങ്ങളുടെ മക്കളെയും മക്കളെയും സന്ദർശിക്കുന്നു. വിശ്വസിക്കുക, ചേർന്ന് നിൽക്കുക. സ്തോത്രം. ജീവനുള്ള ദൈവമേ, സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, അവിടുത്തെ അത്ഭുതകാരുണ്യം ഞങ്ങളുടെ മേൽ പകർന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാം അവിടെ തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഇന്ന് വന്നുകൂടിയ ഈ മക്കൾ ഭാഗ്യശാലികളാകാൻ അവിടുന്ന് കരുണ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം. ജീവനുള്ള യേശുവേ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. പല ക്ലേശങ്ങളും സഹിച്ച്, പല കഷ്ടതകളും സഹിച്ച്, പല പ്രതിബന്ധങ്ങളും മാറ്റി കടന്നു വന്ന ഈ മക്കളോട് അവൻ മനസ്സിലിയണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ബലഹീനരെ താങ്ങുന്നതിനായി സ്തോത്രം. ഭീരുക്കളുടെ ഭീരുത്വം മാറ്റി ധൈര്യം പകരുന്നതിനായി സ്തോത്രം. കർത്താവേ, ഭയപ്പാടിൻ്റെ ബാധകൾ മാറ്റുന്നതിനായി സ്തോത്രം. ഭീതി വിഷയങ്ങൾ അകറ്റുന്നതിനായി സ്തോത്രം. ആവലാതികൾ നീക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, എല്ലാവരെയും വാഴ്ത്തുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.